ഇതൊരു കുടുംബ പാർട്ടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള കോൺഗ്രസ് പാർട്ടികളെല്ലാം കുടുംബ പാർട്ടികളായി മാറിക്കഴിഞ്ഞു. കേരള കോൺഗ്രസ് ഒക്കെ പോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഒരു പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് മാർക്സിസ്റ്റ് പേരിലുണ്ടെങ്കിലും അതിന് മാർക്സുമായിട്ട് കമ്മ്യൂണിസ്റ്റായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു ബൂർഷ്വാ പാർട്ടി, ഒരു ലിബറൽ ബൂർഷ്വാ പാർട്ടി. അദ്ദേഹം കൊടുവള്ളി സീറ്റിൽ നിന്ന് കോഴിക്കോട് സീറ്റിലേക്ക് വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 50% റിസർവേഷൻ വനിതകൾക്ക് വേണ്ടി നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അവരെ പ്രൊമോട്ട് ചെയ്തതിന് പകരം അവരെ പേരാവിൽ സണ്ണി ജോസഫ് ഫൈറ്റ് ചെയ്യാൻ വിടുന്ന വഴി എന്ത് ശ്രമിക്കുന്നു, അവരെ ദുർബലപ്പെടുത്തുകയാണ്. ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം കുടുംബരാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ബന്ധുരാഷ്ട്രീയമാണ്. അത് ഇപ്പോൾ ചർച്ചയാകാനുള്ള ഒരു കാരണം തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദൻ മാഷ് ഇത്തവണ മത്സരിക്കുന്നില്ല. പകരം മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പി.കെ. ശ്യാമളയാണ്. അതിനെതിരെ പ്രാദേശികമായ ചില എതിർപ്പുകളും ഉയർന്നിട്ടുണ്ട്. ഈ ബന്ധുരാഷ്ട്രീയം അല്ലെങ്കിൽ കുടുംബരാഷ്ട്രീയം എന്നുള്ളത് കേരളത്തിൽ ആദ്യമല്ല. കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് പകരം മത്സരിച്ചത് ചാണ്ടിയുമ്മനാണ്, മറ്റ് കോൺഗ്രസ്സുകാരാരുമായിരുന്നില്ല. അതുപോലെ തന്നെ പി.ടി. തോമസ് മരിച്ചപ്പോൾ സ്വാഭാവികമായി അവിടെ മത്സരിച്ച് എം.എൽ.എ. ആയത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മാ തോമസാണ്. അവർ വീണ്ടും തൃക്കാക്കരയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ കേരളത്തിലെ സജീവമായൊരു സംഗതി തന്നെയാണ് കുടുംബരാഷ്ട്രീയം അഥവാ ബന്ധുരാഷ്ട്രീയം. അത് കേരളത്തിൽ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലുമൊക്കെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിലും ഈ പൊളിറ്റിക്സ് ഉയർന്നുണ്ട്. ഇപ്പോൾ നേപ്പാളിൽ നടന്നൊരു പ്രക്ഷോഭണം ഈ നെപ്പോട്ടിസത്തിനെതിരെ, നെപ്പോ കിഡ്സിനെതിരായൊരു പ്രക്ഷോഭണമായി അത് മാറുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുടുംബരാഷ്ട്രീയം അഥവാ ബന്ധുരാഷ്ട്രീയം എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ദാമോദർ പ്രസാദ് ഉണ്ട്. സ്വാഗതം ഈ ചർച്ചയിലേക്ക്. കുടുംബരാഷ്ട്രീയം അഥവാ ബന്ധുരാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ആദ്യമായിട്ടല്ല. അത് വളരെ കാലമായി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ച. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയം ഈ ബന്ധുരാഷ്ട്രീയമായിരുന്നു, അല്ലെങ്കിൽ കുടുംബരാഷ്ട്രീയം, കുടുംബവാഴ്ച. ഇപ്പോൾ നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയതോടെ കുടുംബവാഴ്ച എന്നുള്ളതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരുന്നു. അന്നത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും രാഷ്ട്രീയമായ വലിയ ആരോപണം കുടുംബവാഴ്ചയ്ക്കെതിരെയായി. കേരളത്തിലും ഈ കുടുംബ രാഷ്ട്രീയം വളരെ സജീവമായി തന്നെ വളരെ കാലമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചർച്ചയായത് തളിപ്പറമ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ പലരും പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല. അവർ തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു, പല കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അപ്പോഴും എം.വി. ഗോവിന്ദൻ മാറിയപ്പോൾ മറ്റൊരാളെ ആലോചിക്കാതെ എന്തുകൊണ്ടാണ് ഈ പി.കെ. ശ്യാമളയെ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിന് ഒരു മറുവശം കൂടിയുണ്ട്. കെ ശൈലജ വളരെ 60,000-ലധികം വോട്ടിന് മട്ടന്നൂരിൽ കഴിഞ്ഞവണ ജയിച്ചിരുന്നു. ആ ശൈലജ ടീച്ചറെ ഇത്തവണ സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിലേക്ക്, ഏകദേശം UDF മണ്ഡലമായ എന്ന് പറയാവുന്ന പേരാവൂരിലേക്കാണ് മത്സരിക്കാൻ. ഇതുകൊണ്ട് കൂടിയാണ് ഇതൊരു ചർച്ചയായത്. ഇതിനെക്കുറിച്ച് ദാമോദർ പ്രസാദ് എന്താണ് തോന്നുന്നത്? സുനിൽകുമാർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേപ്പാളുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. അതായത് സ്വജനപക്ഷപാതം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ഒരു ഫ്യൂഡൽ വാഴ്ച പോലെ, ഒരു ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മൾ പല തൊഴിൽ മേഖലയിലും കാണാം. അതായത് അച്ഛനല്ലെങ്കിൽ അമ്മ, അവരെ പിന്തുടർന്ന് അവരെ ആ പിന്തുടർച്ചക്കാർ, ഇത് സർവ്വ മേഖലകളിലും വരികയും അതിൻ്റെ പ്രശ്നം അത് നമ്മൾ നോക്കിയാൽ അത് ആരോഗ്യ മേഖലയുണ്ട്, ഡോക്ടർമാരുടെ മേഖലയുണ്ട്, അഭിഭാഷകരുടെ മേഖലയുണ്ട്, പല മേഖലയിലും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക്, പുതിയ സമൂഹത്തിലേക്ക് കടന്നു വരുന്നവർക്ക്, ഇവർക്ക് ഈ പ്രവേശനം ബാരിയറായി മാറുകയാണ്. അതായത് പല പ്രൊഫഷണൽ രംഗത്തേക്കും കടന്നു വരുന്ന, അതായത് ഇവർക്ക് പൂർവ്വ പാരമ്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വലിയൊരു ഫ്യൂഡൽ സ്ഥിതി കാണാം. ഈ അധികാരത്തിലിരിക്കുന്നതൊക്കെ വലിയ തരത്തിലുള്ള ദീർഘകാലത്തെ സ്വത്തുള്ളവരും ഈ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ളവരൊക്കെ ആയിരിക്കും. ഇതല്ലാതെ വേറൊരു തലമുറ കടന്നു വരുന്നുണ്ട്. ഇവർക്ക് ഈ പൂർവ്വ പാരമ്പര്യമോ ഇങ്ങനെയുള്ള വലിയ താങ്ങി പിടിച്ച പാരമ്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കെല്ലാം കടന്നു വരുന്ന സമയത്ത് ഇവർക്കെല്ലാം ഒരു വലിയ എൻട്രി ബാരിയർ വരിക. കാര്യം മറ്റവർക്ക് നേരെ സുഖമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ തൊഴിൽ മേഖലയിൽ കടന്നു വരാൻ അവസരം കിട്ടുക. ഇത് സർവ്വമേഖലയുണ്ട്. രാഷ്ട്രീയം പ്രധാനപ്പെട്ട വിഷയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അധികാരമായി ബന്ധപ്പെട്ട ഇതാണ് രാഷ്ട്രീയം. മറ്റ് തൊഴിൽ മേഖല വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഒരു അഭിഭാഷകനല്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല അഭിഭാഷക അല്ലെങ്കിൽ, നല്ല ഡോക്ടർ അല്ലെങ്കിൽ അയാൾ തിരസ്കരിക്കപ്പെടും. ആ മാർക്കറ്റ് അയാൾക്ക് മറ്റൊരു അംഗീകാരം നിലനിൽക്കില്ല.
അതിപ്പോൾ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ മക്കൾ സിനിമാക്കാരായ, അച്ഛൻ നല്ല സിനിമാക്കാരല്ല, അമ്മ നല്ല അതിനുശേഷം തുടർന്ന് മക്കൾ വന്നാൽ അവർക്ക് നല്ല അഭിനയം കാഴ്ചവെക്കാൻ പറ്റും. അവർക്ക് അതിൻ്റെ രീതിയിൽ അവർക്ക് ഈ സ്വജനപക്ഷപാതം സിനിമയിലുണ്ട് വളരെ കാര്യം, അല്ലാതെ അവർ കടന്നു വരില്ല. കാര്യം സിനിമയിൽ പല പുതിയ യുവതാരം നമ്മൾ അംഗീകരിക്കുന്ന യുവതാരങ്ങൾ പലരും കടന്നു വന്നിട്ടുള്ള അവരുടെ പിതാക്കന്മാർ അവർ ആ മേഖല ഉണ്ടായിരുന്നുകൊണ്ടല്ല, ഇവരുടെ വൈഭവം കൊണ്ടൊന്നല്ല നമുക്കറിയാം. അപ്പോൾ പക്ഷേ പിന്നീട് അവർ തെളിയിച്ചിട്ട് പല ആൾക്കാരും ആ തെളിയിക്കുകയും അവർക്ക് അതിനുശേഷം പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. രാഷ്ട്രീയം ഒരു അധികാര വ്യവസ്ഥയായ സ്ഥിതിക്ക് ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരും. പക്ഷേ ജനാധിപത്യ സംവിധാനമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ അകത്ത് ഇവർ കടന്നു വരികയും ഇവർ ഷുവർ സീറ്റുകൾ കൊണ്ടു നിർത്തുകയും ജയിപ്പിക്കുകയും അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്നൊരു പാരമ്പര്യം ഇന്ത്യയിലെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു സ്വഭാവമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും വിമർശിച്ചിരുന്നു. ഇത് കോൺഗ്രസ്സിന് പ്രകടമായി ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസ്സിന് അത്രയൊരു ലെഗസി ഉണ്ട്. പക്ഷേ കോൺഗ്രസ് പലപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് വിമർശിക്കുമ്പോൾ ഒരു വ്യത്യസ്ത അഭിപ്രായം എൻ്റെ അകത്ത് തോന്നുന്ന കാര്യം, അവർ ദീർഘകാല രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലം അവർക്ക് ഒരു പക്ഷേ വലിയ സ്ട്രഗിളൂടെ കടന്നു വന്നിട്ടുണ്ട്. അവർ സ്വയം തെളിയിക്കാൻ അവർ നിർബന്ധമായി. പക്ഷെ പലപ്പോഴും കാണുന്നപ്പോൾ കേരളം പോലെ സ്ഥലത്ത് നമ്മുടെ പല സ്ഥലങ്ങളിലും കുത്തക സീറ്റുകളുണ്ട്. ആ സീറ്റുകളിലേക്ക് തന്നെ ഓരോരുത്തർ നിയോഗിക്കുമ്പോൾ അത് സത്യത്തിൽ ഒരു സുരക്ഷാ സീറ്റ് കൊടുക്കുകയാണ്. അവരുടെ വീട്ടിനും ഒരു കുടുംബത്തിനും അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. തീർച്ചയായും തളിപ്പറമ്പിൻ്റെ രാഷ്ട്രീയം പ്രസക്തമാകുന്നു. തളിപ്പറമ്പ് LDFൻ്റെ ഒരു ഷുവർ സീറ്റാണ്. തളിപ്പറമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രമാണ്, ഒരുപാട് നേതാക്കളുടെ കേന്ദ്രമാണ്. അവിടെ MV ഗോവിന്ദൻ അവിടെ നിന്ന് മാറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ്. അദ്ദേഹത്തിന് ഭാര്യയുടെ സ്ഥാനാർത്ഥിയെ കിട്ടിയുള്ളൂ. അത് എല്ലാവരും ചോദിക്കുക. കാര്യം കണ്ണൂരെന്ന് പറയുന്നത് ഒരുപാട് നേതാക്കളുള്ള സ്ഥലമാണ്. വളരെ പ്രധാനപ്പെട്ട പല ആൾക്കാർ, നമ്മൾ പേര് ഞാൻ ഓരോരുത്തർ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. പുതിയ തലമുറയിലും ഒരുപാട് നേതാക്കൾ അറിയാം. അവരൊന്നും പരിഗണിക്കപ്പെടുന്നുമില്ല. അതിലൊരു അങ്ങനെ പരിഗണിക്കപ്പെടാത്തതിന് പേര് പല ആൾക്കാരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന സ്ഥിതി വരെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സ്ഥലത്ത് അവരെയൊക്കെ പരിഗണിക്കാതെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ തന്നെ അവരുടെ പ്രവർത്തന പാരമ്പര്യം, അവരുടെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം, അവരുടെ ഒന്നും ഇതാണ്. പക്ഷേ ഇത് ഒരു നൈതിക നിലപാടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംസ്ഥാന നേതാവും ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എടുക്കാൻ നൈതിക നില. അപ്പോൾ ആ നൈതിക നിലപാടില്ല എന്നുള്ളതാണ് സ്വജനപക്ഷപാതത്തിൻ്റെ വേറെ സ്വഭാവം. ആ നൈതിക നിലപാടുണ്ടെങ്കിൽ സ്വജനപക്ഷപാതം വരില്ല. കാര്യം ഇങ്ങനെ റീഡിങ്ങിന് അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. നിരന്തരമായി ബൂർഷ്വാ സംസ്കാരത്തിനും ബൂർഷ്വാ രാഷ്ട്രീയത്തിനെതിരെയും വാചാലരാകുന്നവർ അതേ സംസ്കാരം പിന്തുടരുകയും അതിൻ്റെ ജീർണം അതേപോലെ മേത്ത് പറ്റുകയും ചെയ്യുമ്പോൾ അതിനെന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേതാക്കളില്ലാത്തൊരഭാവം. ഇതൊരു കുടുംബ പാർട്ടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള കോൺഗ്രസ് പാർട്ടികളെല്ലാം കുടുംബ പാർട്ടികളായി മാറിക്കഴിഞ്ഞു. പിന്നെ ജനങ്ങളിലേക്ക് ഏതൊക്കെ ഒരു അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ പിന്നെ മറ്റൊരു കാര്യം നേരത്തെ സുനിൽകുമാർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം മകനോട് സ്ഥാനാർത്ഥി വന്നു. അയാൾക്ക് കുറച്ചു കാലം മുമ്പ് രാഷ്ട്രീയത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു. ജി കാർത്തികേയൻ്റെ മകൻ, അദ്ദേഹത്തെ അത്രകാലം രാഷ്ട്രീയ, പക്ഷേ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുകയോ ജി കാർത്തികൻ്റെ ഭാര്യ മത്സരിക്കുകയോ, പക്ഷേ മകൻ മത്സരിക്കുന്നതുകൊണ്ട് ഭാര്യ ഒഴിഞ്ഞു മാറുകയും മകൻ വന്ന് മത്സരിക്കുകയും പിന്നീട് രാജിവെച്ചു വന്നു. ഉമാ തോമസ് അതുപോലെ തന്നെ അവർക്ക് ജോലി ചെയ്തിരുന്നു. പക്ഷേ വിയോഗത്തിന് ശേഷം ഒരു സാഹചര്യം ഒരുപക്ഷെ അത് മുതലെടുത്തായിരിക്കും. ആ സെൻറ്റിമെൻസൊക്കെ മുതലെടുത്ത് ജയിക്കാൻ ഉപയോഗത്തെ. പക്ഷേ ഇവിടെ തളിപ്പറമ്പിനകത്ത് സെൻറ്റിമെൻസ് പ്രശ്നമില്ല. അദ്ദേഹം അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഒരു നൈതികമായ നിലപാടെന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നൈതിക നിലപാട് കാണിക്കേണ്ട, തൻ്റെ കുടുംബത്തിൽ ആരും മത്സരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് അത് പറയാൻ ഇതിനെതിരെ വിമർശിക്കാൻ ഉന്നത നേതാക്കൾക്ക് സാധിക്കില്ല. കാര്യം മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അവരും ജയിച്ചു വന്നിരുന്നു. അദ്ദേഹം അന്ന് സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും പറയാൻ പറ്റില്ല. മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ തീർച്ചയായിട്ടും പറയാനുള്ള തടസ്സമുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുമോൻ മന്ത്രിസഭയിലുണ്ട്. പറയാവുന്ന ന്യായം അദ്ദേഹമൊക്കെ ദീർഘകാല സമരരംഗത്തുണ്ടായിരുന്നു, DF നേതാവ്, എന്നൊക്കെ പറയാം. പക്ഷേ ഒരു നൈതികതയുടെ പ്രശ്നത്തിൻ്റെ അകത്ത് അന്തർലീനമായി കിടക്കുന്നു. ആ നൈതിക നിലപാടെന്നാൽ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ, കാരണം മറ്റുള്ളവർക്ക് രാഷ്ട്രീയം ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്നതാണ് കൂടുതൽ ആൾക്കാർക്ക് അധികാരത്തിലേക്ക് കടന്നു വരാൻ അവസരം ഒരുക്കി കൊടുക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപാട് പ്രവർത്തകരുണ്ട്, പല പ്രായത്തിലുള്ള പ്രവർത്തകരുണ്ട്. അവർക്ക് പല ആൾക്കാരും ദീർഘകാല രാഷ്ട്രീയത്തിൽ മത്സരിക്കാത്ത ആൾക്കാരുണ്ട്. അവർക്കെല്ലാം അവസരം കൊടുക്കുകയും അവർക്കെല്ലാം അവരുടെ കഴിവ് തെളിയിക്കാനും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവസരം കൊടുക്കുന്നതിന് പകരം ഒരു കുടുംബത്തിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നു. അതൊരു ജീർണ സംസ്കാരത്തിൻ്റെ ലക്ഷണം തന്നെയായിട്ട് കാണേണ്ടി വരും. 70കളിലൊക്കെ ദേശീയ തലത്തിലുണ്ടായിരുന്ന ഒരു വലിയ ഒരു ഇഷ്യൂ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് CPM എന്ന് ഉയർത്തിയിരുന്നത് കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള സമരം എന്നുള്ള നിലയ്ക്കായിരുന്നു. ഇപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് ശേഷം രാജീവ് ഗാന്ധി ആ സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരന്തരമായൊരു ക്യാമ്പയിൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള സമരം എന്നുള്ള നിലയ്ക്കായിരുന്നു. പല ഘട്ടങ്ങളിൽ PKG ഉൾപ്പെടെയുള്ള ആളുകളുടെ സമരം ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ കുടുംബവാഴ്ച, ഇപ്പോൾ കരുണാകരൻ്റെ മകൻ മുരളീധരൻ വന്നപ്പോഴും കേരളത്തിലും ഇതേ വിഷയം അവർ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ഈ കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള ഒരു സമരം നടത്തിയൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അവർ അതേപോലെ തന്നെ അതേ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിലേക്ക് മാറുക വെച്ചാൽ അതിനെ ഒരിടത്തിൽ മാറുന്നതിനേക്കാൾ അത് സ്വീകരിക്കുക, ആ ഒരു മാതൃക സ്വീകരിക്കുകയും ഇത് തുറന്ന് സമ്മതിക്കണം.
ഇടയ്ക്ക് തൊഴിലാളി വർഗ്ഗ പാർട്ടിയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും ഞങ്ങളുടെ ചെങ്കുടിയാണെന്നും ഞങ്ങൾക്ക് വലിയ പാരമ്പര്യമുണ്ടെന്നും ഞങ്ങൾ സർവ്വദേശീയ പ്രസ്ഥാനം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതൊരു കേരള കോൺഗ്രസ് പോലെ കേരളത്തിലെ ഒരു ബൂർഷ്വാ പാർട്ടി, ഒരു പ്രാദേശിക ബൂർഷ്വാ പാർട്ടി. സാർവദേശീയമായിട്ടുള്ള മൂല്യങ്ങളോ ഒരു അന്താരാഷ്ട്ര മൂല്യങ്ങളോ അതിനെ നയിക്കുന്നതായ പ്രത്യയശാസ്ത്രം ഒന്നുമില്ലെന്നും കേരള കോൺഗ്രസ്സൊക്കെ പോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഒരു പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് മാർക്സൊക്കെ പേരിലുണ്ടെങ്കിലും അതിന് മാർക്സുമായിട്ടും കമ്മ്യൂണിസ്റ്റായിട്ട് യാതൊരു ബന്ധമില്ലെന്നും ഒരു ബൂർഷ്വാ പാർട്ടി, ഒരു ലിബറൽ ബൂർഷ്വാ പാർട്ടി അത് കേരളത്തിലെ ചില സാമൂഹിക സാഹചര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ആരും ഉന്നയിക്കില്ല. മറിച്ച് സാർവദേശീയ ക്ലെയിമുകളും ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ആശയവും നിമിഷം പ്രതി വൈരുദ്ധ്യാത്മകവാദം ഉച്ചരിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് അത് ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ പ്രധാന കെ മുരളീധരനെതിരെ വലിയ വിമർശനം വരുന്നു. കെ മുരളീധരൻ ഇപ്പോൾ എനിക്കിവിടെ രാഷ്ട്രീയത്തിൽ സ്വയം തെളിയിച്ചൊരു ഘട്ടം കഴിഞ്ഞു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് വിമർശനം CPM ഉന്നയിച്ചിരുന്നു. പിന്നീട് അത് വിമർശനം പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ കാരണം EM ശ്രീധരൻ മത്സരിക്കാൻ തുടങ്ങിയാണ്. അതോടെ പെട്ടെന്ന് അവർ പിൻവലിച്ചു അതിനകത്ത്. പക്ഷേ സുശീല ഗോപാലൻ. പക്ഷേ ഇവിടെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുശീല ഗോപാലിനെ സംബന്ധിച്ചോളം AKG ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല. പിന്നെ അവർ ദീർഘകാലം പ്രവർത്തിച്ച് ഒരു വലിയൊരു CIT വലിയ പിന്തുണ ഭാഗമായിട്ട് വരികയാണ്. EM ശ്രീധരൻ പോലെ തന്നെ EMSൻ്റെ ഒരു സ്വാധീനത്തെക്കാളും അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ നിലയ്ക്കും പാർട്ടിയുടെ സൈദ്ധാന്തിക നിലയ്ക്കും ഒക്കെ വളരെ ഒരു സ്വാധീനം ഉറപ്പിച്ചതിന് ശേഷം രാഷ്ട്രീയ നേതൃത്വം സംഘടനാപരമായിട്ട് അദ്ദേഹത്തിന് ഒരു അംഗീകാരത്തിന് ശേഷം അദ്ദേഹം ഇലക്ഷൻ മത്സരം. പക്ഷേ ജനം അംഗീകരിച്ചുള്ള വേറെ കാര്യം. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് നോക്കുകയാണെങ്കിൽ പോലും ഈ പാരമ്പര്യത്തോടെ കുടുംബകാഴ്ച എന്ന് പറയുമ്പോഴും ഒരു യോജിപ്പിക്കുന്ന ഫാക്ടറായിരുന്നു ഈ നെഹ്റു പിന്നീടുണ്ടായത്. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ശേഷം അപ്പോഴും നെഹ്റുവിൻ്റെ വിയോഗത്തിന് ശേഷമാണ് ഇവർ യഥാർത്ഥ അധികാരത്തിൽ വരുന്നത്. അത് രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുന്നതും ഇന്ദിരാഗാന്ധിയുടെ ഒരു രക്തസാക്ഷ്യത്തിന് ശേഷമാണ്. അതുപോലെ രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധിയുടെ സാന്നിധ്യമായിരുന്നു ഒരു പക്ഷേ വലിയതുപോലെ അത് തിരസ്കരിക്കപ്പെട്ടതാണോ? ജനങ്ങൾ തിരസ്കരിച്ച വലിയ വിമർശനം എല്ലാവരും ഉയർത്തിയതാണ്. ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ശക്തിയുക്തം എതിർത്താണ് ഈ സുൽത്താൻ എന്നാണ് വിളിച്ചിരുന്നത്, സുൽത്താനായ സഞ്ജയ് ഗാന്ധി നിലപാട്. അതിനുശേഷം ഇന്ദിരാഗാന്ധി രക്തസാക്ഷ്യത്തിന് ശേഷം രാജീവ് ഗാന്ധി വരുന്നു. രാജീവ് ഗാന്ധി പിന്നീട് കൊലയപ്പെടുന്നു. അതിനുശേഷമാണ് സോണിയാഗാന്ധി വരുമ്പോഴും ഈ വിമർശനം ഉന്നയിച്ചിരുന്നു. ഞാനിപ്പോഴും ഫ്രണ്ട് ലൈനിലെ EMS അതിനെക്കുറിച്ച് ലേഖനം എഴുതുന്നു. അത് പറയുന്നത് വേറെ കാര്യം, സോണിയാഗാന്ധിക്ക് രാഷ്ട്രീയ പരിചയക്കുറവെന്ന് പറഞ്ഞാണ് പറയുന്നത്. അത് വിമർശനം ഉന്നയിച്ചിരുന്നു. നമ്മളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിലൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന വ്യത്യസ്തമായ പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുന്നത്. നിങ്ങൾ ഓരോ പത്രസമ്മേളന നേതാക്കളും നോക്കിയാൽ ഞങ്ങൾ വ്യത്യസ്തരാം പാർട്ടി എന്നാണ് പറയുക. ആ വ്യത്യസ്തതയ്ക്ക് പല മാനദണ്ഡങ്ങളും പറയുന്നത് ഈ നൈതിക മാനദണ്ഡം ധാർമ്മിക മാനദണ്ഡമൊക്കെ അവർ കൊണ്ടുവരുന്നത്. ആ ധാർമ്മികത ഇന്ന് അവർക്കില്ല. ധാർമ്മികമായ മൂല്യശോഷണം സംഭവിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വന്തം വീട്ടുകാർക്ക് സീറ്റ് മേടിച്ചു കൊടുക്കുക. അത് എങ്ങനത്തെ സീറ്റ്? ഉദാഹരണം ശൈലജ ടീച്ചറെ പോലെ വളരെ പരിണതപ്രജ്ഞയായ കേരളത്തിൽ കഴിവ് തെളിയിച്ച ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയെന്ന് അറിയപ്പെടുന്ന ശൈലജ ടീച്ചർ ഒരുപാട് വലിയ സ്വീകാര്യത കിട്ടി. നമുക്ക് പോലെ വിമർശനമുണ്ട് അവരുടെ നടപടികളെക്കുറിച്ച്, അവരുടെ ആ കോവിഡ് പ്രവർത്തനത്തെക്കുറിച്ച് വിമർശനം പലതുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾ. പക്ഷേ എങ്കിലും നമ്മുടെ വർത്തമാനകാല ആരോഗ്യവകുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവരുടെ ഏകോപനത്തിൻ്റെ കഴിവൊക്കെ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ എല്ലാവരും തെളിയിച്ചപ്പെട്ട കാര്യമാണ്. ആ നിലയ്ക്ക് ഒരു വനിതാ നേതാവിന്, പ്രത്യേകിച്ച് ഒരു വനിതാ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 50% റിസർവേഷൻ വനിതകൾക്ക് വേണ്ടി നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അവരെ പ്രൊമോട്ട് ചെയ്തതിന് പകരം അവരെ പേരാവൂരിൽ സണ്ണി ജോസഫ് ഫൈറ്റ് ചെയ്യാൻ വിടുന്ന വഴി എന്ത് ശ്രമിക്കുന്നു? അവരെ ദുർബലപ്പെടുത്തുകയാണ്. ഇതുപോലെ P. ജയരാജനെ ദുർബലപ്പെടുത്തി ചരിത്രമുണ്ട്. കാര്യം തോൽപ്പിച്ച് ദുർബലപ്പെടുത്താവുന്ന രീതിയിൽ ജയിച്ചു വന്നാൽ ഒരു എന്തുപോലെ ജയിക്കണമെങ്കിൽ പോയി മത്സരിച്ച് ജയിച്ചാൽ നല്ലത്. അപ്പോൾ ഇങ്ങനെ ഘട്ടത്തിലെത്തുമ്പോൾ തളിപ്പറമ്പ് പോലെ സീറ്റ്, അത് ഇവർക്ക് സാധാരണ CPM അപ്രമാദത്തുള്ള സീറ്റിൽ ഒരു പുതിയ നേതാവിനെ കടന്നു വരാൻ പരീക്ഷിക്കേണ്ടതിന് പകരം മാത്രമല്ല അവർക്കെതിരെ പല വിമർശനങ്ങളും ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നല്ലോ. ആന്തൂർ ഷാജൻ്റെ ആത്മഹത്യയെ ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർന്നതാണ്. ആ നിലയിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തളിപ്പറമ്പ് പോലെ ഒരു പ്രധാനപ്പെട്ട സീറ്റിൽ ഒരു പുതിയൊരു നേതാവിന് അല്ലെങ്കിൽ അങ്ങനെ നേതാവിനെ പരീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ശൈല ടീച്ചർക്ക് ആ സീറ്റ് കൊടുത്തതിന് ഒരു പക്ഷേ വലിയ അംഗീകാരം തന്നെയാണ്. അത് വേറെ രീതിയിൽ ജനങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റും. കാര്യം അതൊരു അടുത്ത തലമുറ നേതാവ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തത്. ഇതെന്താണ് ഇത് കാണിക്കുന്നത്? അപ്പോൾ ഇവിടെ വ്യക്തിപരമായ ഇതിനെതിരെ വിമർശനം പോലും താരതമ്യം പല സ്ഥലത്ത് പ്രതികരണങ്ങളുണ്ട്, പ്രാദേശിക പ്രതികരണമെങ്കിലും വലിയൊരു വിമർശനം ഉയർത്താൻ കാരണം അദ്ദേഹം സെക്രട്ടറി ആയതുകൊണ്ടാണ്. സെക്രട്ടറിയുടെ ചാട്ടുള്ളി പ്രയോഗിക്കുന്ന ഭയം കൊണ്ടായിരിക്കും സാധാരണ കേഡറേഷൻ പ്രതികരിക്കാൻ അദ്ദേഹം പ്രയോഗിച്ചു എന്ന് വരും ചെയ്യും. നമുക്കറിയാലോ, ഇപ്പോൾ സാറിനോട് കാണിച്ച ഒരു സമീപനം വെച്ചുകൊണ്ട് അദ്ദേഹം അത് പ്രയോഗിക്കാനുള്ള സാധ്യത. അദ്ദേഹത്തിന് പിന്തുണ, മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉണ്ടായിരിക്കും. പോൾ ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള AK വിജയരാഘവനെയും പിന്തുണ. ഇവർക്ക് ഏതാണ്ട് എല്ലാവർക്കും പൊതു താല്പര്യങ്ങൾ ഈ കാര്യത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊരു പ്രത്യശാസ്ത്ര പ്രതിസന്ധി ഒന്നല്ല, ഇതൊരു ബൂർഷ്വാ രാഷ്ട്രീയത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് അവർ നിബന്ധിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. നമ്മൾ കുറച്ചുകൂടെ വിശദമായി വിപുലമായൊരു അർത്ഥത്തിൽ കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ സ്ഥാനാർത്ഥികളുടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകളും ഈ നേതാക്കന്മാരുടെ ലിസ്റ്റുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പം വന്നൊരു വിവാദമുണ്ട്. അതുമാത്രമല്ല, ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ പുതിയ തലമുറ നേതാക്കന്മാർ വലിയൊരു വിഭാഗം ഈ അവരുടെ അച്ഛന്മാരുടെ പിൻഗാമികളായി വന്ന ആളുകളാണ്. ഇപ്പോൾ നേരത്തെ ദാമോദർ പ്രസാദ് പറഞ്ഞ സിനിമയിൽ വന്നു,
അതുപോലെ തന്നെ ബിസിനസ്സുകാർ അവർ സ്വാഭാവികമായിട്ടും ബിസിനസ്സുകാർ അവരുണ്ടാക്കിയെടുത്ത ബിസിനസ് സാമ്രാജ്യവും അവരുടെ ആസ്തികളുമെല്ലാം അവരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ആണ് കൈമാറുന്നത്. സ്വാഭാവികമാണ്. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അത്. മറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരാൾ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ മണ്ഡലത്തിൽ ജനങ്ങളുടെ പിന്തുണയിലാണ്. ഒരാൾക്ക് പകരം വരേണ്ടത് അത് ഇത്രകാലം പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്, ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകളാണ്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും മക്കൾ അവിടേക്ക് കടന്നു വരുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസ് കെ മാണിയെ പാലായിലെ ആളുകൾ തിരസ്കരിച്ചു. വളരെ വ്യക്തമായി തിരസ്കരിച്ചു. മത്സരിക്കാൻ ധൈര്യമില്ല. പാലായിൽ മത്സരിക്കാൻ ധൈര്യമില്ല. അതാണ് റോഷി അഗസ്റ്റിന്റെ സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹത്തിന് ഒരു ശ്രമം നടത്താനുള്ള കാരണം. അവിടെ പിന്നെയും സാധ്യതകളുണ്ട്. അതെ. ഇപ്പോൾ RSPയിൽ ഇപ്പോൾ അടുത്തുണ്ടായൊരു തർക്കം, മറ്റേ ഇവിടെ പ്രേമചന്ദ്രൻ്റെ മകൻ ഇരവിപുരത്ത് RSPക്ക് ഒരു സീറ്റുണ്ട്. അവിടെ ആര് മത്സരിക്കണമെന്നുള്ള ചോദ്യം വന്നപ്പോൾ പ്രേമചന്ദ്രനും അനുയായികളും മുന്നോട്ട് വെച്ചത് കാർത്തിക് പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രൻ്റെ മകൻ്റെ പേരാണെന്നായിരുന്നു. അപ്പോൾ അതിനെ എതിർത്തയാൾ ഷിബു ബേബി ജോണാണ്. ഷിബു ബേബി ജോൺ എങ്ങനെയാണ് പൊളിറ്റിക്സിലേക്ക് വരുന്നത്? അന്ന് അദ്ദേഹം ബിസിനസ്സിലായിരുന്നു, മറ്റേ മറൈൻ എക്സ്പോർട്ടിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ട ബിസിനസ്സിലായിരുന്നു. ബേബി ജോൺ മരിച്ചതിന് ശേഷമാണ് ഷിബു ബേബി ജോൺ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ പാർട്ടി അയാളുടെ കയ്യിലായി. പക്ഷേ ഇന്നിപ്പോൾ RSPയിൽ ഒരു നേതൃതർക്കമുണ്ട്. എപ്പോഴും പല ഘട്ടങ്ങളിലായി നടന്ന പോലെ ഈ ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനുമായി ഒരു തർക്കമുണ്ട്. അതുകൊണ്ട് NK പ്രേമചന്ദ്രൻ എൻ്റെ മകനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ബേബി ജോണിൻ്റെ മകൻ പറയുന്നത് അത് കുടുംബവാഴ്ചയാണ്, അത് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതെ. ഇപ്പോൾ ഈ RSP പോലെ പാർട്ടിയിൽ പ്രേമചന്ദ്രൻ്റെ കയ്യിലെടുക്കേണ്ട നിലപാട് വളരെ നൈതിക നിലപാടെടുക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ പ്രേമചന്ദ്രൻ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ദീർഘകാലം അദ്ദേഹം രാഷ്ട്രീയ അധികാര പദവിയിലിരിക്കുന്ന ആളാണ്. മക്കൾക്ക് രാഷ്ട്രീയത്തിൽ വരാം. അവർ പ്രവർത്തിച്ച് പ്രവർത്തന പരിചയത്തിലൂടെയും അവർക്ക് ജനങ്ങളെ ബന്ധപ്പെട്ട് അവർക്ക് സമയമുണ്ടല്ലോ അധികാരത്തിൽ വരാം. ഒരുപാട് പ്രവർത്തകർക്ക് RSPക്ക് ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ RSP ഇപ്പോഴാണ് ഇങ്ങനെയായത്. ഒരു ഐഡിയോളജിക്കൽ പാർട്ടിയാണ്, ഇടതുപക്ഷ ഐഡിയോളജിയിൽ നിൽക്കുന്ന ഒരു പാർട്ടി, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണത്. മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് ഈ ബോൾഷെവിക്, അതായത് അവർക്ക് സ്റ്റാലിനോടുള്ള വിയോജിപ്പ് ഒഴിച്ചാൽ അതൊരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണ്. ആ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാലും ഈ നിലയ്ക്കാണ് അതിൻ്റെ ഒരു ഗതികേട്. പക്ഷേ അതിലിപ്പോൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ ഇല്ലാത്ത മട്ടാണ്. പക്ഷേ അതിൻ്റെ അകത്ത് പല നേതാക്കളുമുണ്ട്. അവർക്ക് അവസരം കൊടുക്കുന്ന വഴി നമ്മൾ ധാർമ്മികമായൊരു ഉയർച്ചയാണ് കാണിക്കുന്നത്. അത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു പാടാണ്. ഇത് ഫ്യൂഡൽ വൽക്കരിക്കുകയാണ്. ഈ ഫ്യൂഡൽ വൽക്കരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വലിയ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ സുനിൽകുമാർ സൂചിപ്പിച്ചൊരു കാര്യം, ഈ നേപ്പാളിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് യുവാക്കൾ അസ്വസ്ഥരാകുന്നത്? ഈ ഫ്യൂഡൽ വൽക്കരണം സർവ്വമേഖല ഉണ്ടാവുകയും, അതായത് ഈ മേഖലയിൽ കടന്നു വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. സമൂഹത്തിന് വിവിധ തട്ടിൽപ്പെട്ടവർ, അവരൊക്കെ രാഷ്ട്രീയത്തിലൂടെയും പല പ്രവർത്തനങ്ങളിലൂടെയും കടന്നു വരുന്നത്. അവർ രാഷ്ട്രീയം കടന്നു, അപ്പോൾ ജീവിതത്തിൻ്റെ പല തുറകളിൽ നിന്ന് വരുന്നവരായിരിക്കും. വളരെ നിരാലംബ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും. അവർക്കെല്ലാം രാഷ്ട്രീയത്തിലൂടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരായിരിക്കും, അടികൊണ്ടവരായിരിക്കും, സമരങ്ങളിൽ പങ്കെടുത്തവരായിരിക്കും. ഇവരെല്ലാം രാഷ്ട്രീയത്തിൽ വരികയും ഇവർക്ക് ജനങ്ങളോട് സേവിക്കാനും ജനങ്ങളെ പ്രവർത്തനം ഏർപ്പെടാനുള്ള അവസരങ്ങളാണ്. അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകാരം നേടുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കുമ്പോൾ ധാർമ്മികമായ ഒരു ഔന്നത്യമാണ് കാണിക്കുക. അതിന് പകരം നേരത്തെ സുനിൽകുമാർ ഉപയോഗിച്ച വാക്കുണ്ട് സാമ്രാജ്യത്വം. അങ്ങനെ വാക്ക് താങ്കൾ ബിസിനസ്സിൻ്റെ കാര്യം ബിസിനസ്, അതേപോലെ രാഷ്ട്രീയം കുടുംബ സാമ്രാജ്യത്തേക്ക് മാറ്റാണ്, കുടുംബവാഴ്ചയ്ക്ക് മാറ്റാം. അപ്പോൾ എതിർപ്പുകളുണ്ടാവില്ലോ. പ്രധാനപ്പെട്ട കാര്യം നാളെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ഇവരോട് ഒരുമിക്കാം. അങ്ങനെ അതാണ് ഇതിൻ്റെ അകത്ത് ഒരു കോക്കസ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു കോക്കസ് നിർമ്മിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുവരിക. അതായത് ഭാര്യയും ഭർത്താവും ബന്ധുമിത്താവും ചെന്ന് കോക്കസായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റിയെടുക്കുന്ന അതൊരു വളരെ വിപര്യം, ആ രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്ന വിപര്യം എന്ന് പറയുന്നൊരു വളരെ ആ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ നൈതികമായിട്ടുള്ള മൂല്യങ്ങൾക്കൊരു ചൂണ്ടുവലയാവേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനൊക്കെ പിന്നോട്ടടിച്ചു എന്നുള്ളത് തന്നെയാണ് ഇലക്ഷന് തെരഞ്ഞെടുപ്പ് വിഷയമാവേണ്ട കാര്യം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ എല്ലാ പാർട്ടികളിലുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ MK മുനീർ CH മുഹമ്മദ് കോയയുടെ മകനാണ്. അദ്ദേഹം ഡോക്ടറായിരുന്നു. ആ നിലയിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ പോലും വളരെ കാലമായി രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം കൊടുവള്ളി സീറ്റിൽ നിന്ന് കോഴിക്കോട് സീറ്റിലേക്ക് വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് പറയുന്നത്. അതായത് ഇത്തവണ മത്സരിക്കാൻ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹം വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു, പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല, എനിക്കൊരു സീറ്റ് വേണം എന്നുള്ള മട്ടിലാണ് അദ്ദേഹവും നിൽക്കുന്നത്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മറ്റൊരാൾക്ക് വേണ്ടി, ആ പാർട്ടിയിലെ മറ്റൊരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രശ്നമാണ്. അല്ല, ആരോഗ്യ പ്രശ്നം പലർക്കും, നമ്മുടെ പല നേതാക്കൾക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പലതുണ്ട്. പ്രായം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പ്രായം ഇപ്പോൾ എക്സംഷൻ നമുക്കിപ്പോൾ എക്സംഷൻ ഇല്ലാതെ പല നേതാക്കളുണ്ട്. കാര്യം 80 വയസ്സൊക്കെ കഴിഞ്ഞാലും കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ തൻ്റെ ആരോഗ്യം പ്രോപ്പറാകുന്ന ഒരാൾക്ക് മത്സരരംഗത്തേക്ക് വരാം.
എനിക്ക് തോന്നുന്നു മുനീറിൻ്റെ കാര്യത്തിലും മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ദീർഘകാലം CHൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം പഠിക്കാൻ വേണ്ടി CH മരിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ശേഷം രാഷ്ട്രീയത്തിലൂടെ വന്ന് പിന്നീട് തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച് വന്ന ഒരാളാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മക്കൾക്കും ആർക്കും വരാൻ പാടില്ല ജനാധിപത്യം. അത് ജനാധിപത്യം വരുന്നത് കാര്യം ആർക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാം, ആ രാഷ്ട്രീയ പാർട്ടി തന്നെ പ്രവർത്തിക്കണം, വേറെ രാഷ്ട്രീയ പ്രവർത്തി പ്രവർത്തിക്കാം. അവർക്ക് പക്ഷേ കഴിവ് തെളിയിക്കാനും അവസരം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എല്ലാ പ്രവർത്തകരും ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തുല്യതയാണ്. വൺ ഈസ് മോർ ഈക്വൽ ദാൻ അതർ എന്ന് പറയാൻ പാടില്ല. അതൊരു ആനിമൽ ഫാം അവസ്ഥയാവും. അതായത് അതവിടെ പ്രശ്നമാകുന്നത്. ഇവിടെ ചില ആൾക്കാർ മറ്റവരെക്കാട്ടും കൂടുതൽ തുല്യരായി മാറുന്നു. ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ അവിടെ പ്രശ്നം. എനിക്ക് കുടുംബപരമായി എനിക്കൊരു ഗോഡ് ഫാദറുള്ള പോലെ തന്നെ എനിക്ക് എന്നെ സംരക്ഷിക്കാനും എൻ്റെ കുടുംബനാഥൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ രാഷ്ട്രീയ കരിയർ ബിൽഡപ്പ് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ തഴയപ്പെടുന്ന ആരാണ്? വലിയ ആൾക്കാർ തഴയപ്പെടുക. ഇതൊരു സംസ്കാരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കേരളത്തിലും മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാർട്ടിയിൽ നിന്ന് തന്നെ വലിയൊരു ഭാഗം അകലാൻ നിർബന്ധിതമാകുന്നു. പുതിയ തലമുറയ്ക്ക് അതിലേക്ക് കടന്നു വരാൻ പറ്റില്ല. കാര്യം ഈ പ്രക്രിയയാണ് ഇതിനകത്ത് സ്ഥാപിതമാകാൻ പോകണമെങ്കിൽ വലിയ ഭാഗം അകന്നു പോകും. കണ്ണൂർ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കേന്ദ്രത്തിൽ പുതിയ പ്രവർത്തകർ ഇല്ല എന്ന് പറയുന്നത് എന്തൊരു ശോചനീയ അവസ്ഥയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് പേരുകളറിയാം, അവിടുത്തെ പുതിയ നേതാക്കളുടെ പേര് നമുക്കറിയാം, അവരെ പല ആൾക്കാരുടെ പേര് നമ്മുടെ വിരൽത്തൂവിലുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നതിന് പകരം അങ്ങനെ അവസരം കൊടുക്കുകയും അവർക്ക് പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള അവസരം കൊടുക്കുന്നതിനും എന്തിന് ഈ കുടുംബത്തിലേക്ക് തന്നെ ചുരുക്കും എന്നുള്ളത് സാമ്രാജ്യത്വ സ്ഥാപനമല്ലാതെ മറ്റെന്താണ്? എൻ്റെ മണ്ഡലം ഞാൻ ആ മണ്ഡലത്തിൽ നിന്ന് മാറുമ്പോൾ എൻ്റെ പാർട്ടിയാണോ ഏൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ മകനെയാണോ ഏൽപ്പിക്കുന്നുള്ളതാണ് ചോദ്യം. അതെ, ചോദ്യമാണ്. ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കുമ്പോഴേ പ്രശ്നം. പാർട്ടി തീരുമാനിക്കുന്ന പഴയ പോലെ പാർട്ടിക്കകത്ത് ഉൾപാർട്ടി സമരം, ഉൾപാർട്ടി ജനാധിപത്യമൊക്കെ വളരെ തുലവും പരിമിതമാണ്. നമുക്കറിയാം, മനസ്സിലായോ? ചില അസ്വാരസ്യങ്ങളുണ്ടാവും. ഒരു ഉൾപാർട്ടി ജനാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയായിരിക്കില്ല തീരുമാനം വരിക. അതിൻ്റെ അകത്ത് നമുക്കറിയാം, എത്രയോ ലക്ഷം പ്രവർത്തകർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമയം ആ മണ്ഡലത്തെ മത്സരിക്കാൻ നമുക്ക് എന്താ പറയുക, ഒരു 10-20 ഈക്വലി കോമ്പറ്റൻ്റ് ആൾക്കാരുണ്ടായിരിക്കാം. അവർക്ക് അവസരം കൊടുക്കുന്ന ഒരു കുടുംബത്തിൽ രണ്ടുപേരും ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ പുറത്തു പോയോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയല്ല ചെയ്യുന്നർത്ഥം. മറിച്ച് അവസരങ്ങൾ കൂടുതൽ ആൾക്ക് കൊടുക്കുമ്പോഴാണല്ലോ അവസര സമത്വം ഉണ്ടാകുന്നത്. അവസര സമത്വത്തിന് വേണ്ടി നിൽക്കുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അവസര സമത്വം നിഷേധിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടി അതിൻ്റെ അകത്ത് അന്തർഭവിച്ചിരിക്കുന്നു. എന്തൊരു അവസ്ഥയാണത്. അത് മറ്റൊരാളുടെ ഒരു അവസരമാണല്ലോ. തീർച്ചയായിട്ടും ആ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കച്ചവടമല്ലല്ലോ. അല്ല, ഒരുപാട് ത്യാഗം സഹിച്ചും ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുകയൊക്കെ ചെയ്യുന്ന ധാരാളം രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട്. രാപ്പകൽ അധ്വാനമാണ്. നമ്മൾ ചെയ്യുന്നൊരു ജോലി പോലെയൊന്നുമല്ല. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ ആയാൽ പോലും രാപ്പകൽ അവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു MLA സംബന്ധിച്ച് വലിയ തോതിൽ അധ്വാനം വേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടി പ്രവർത്തനം ഒരു നേതൃത്വത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ടും അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടും സമരം ചെയ്തും തല്ലുകൊണ്ടുമൊക്കെയാണ് പലരും നേതാക്കന്മാരാകുന്നത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവർ തിരസ്കരിക്കപ്പെടുകയും ചില പാരമ്പര്യങ്ങളുടെ പേരിൽ ആളുകളെ ബന്ധു തൻ്റെ കുടുംബനാഥനോ അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ആൾ ഉന്നതമായ അധികാരത്തിരിക്കുന്നു, അദ്ദേഹത്തിനാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഒറ്റ മാനദണ്ഡം, വേറെ ഒന്നല്ല. ഇതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിന്നബിലിറ്റി ഒരു ഫാക്ടർ എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ സുനിൽകുമാർ സൂചിച്ച പോലെ ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി വിയോഗശേഷം അവിടെ ചാണ്ടി മത്സരിക്കുന്ന വിന്നബിലിറ്റി ഫാക്ടർ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. അങ്ങനെ വേണേ ഇപ്പോൾ തളിപ്പറം പോലെ സൈറ്റ് വിന്നബിലിറ്റി ഫാക്ടർ ഉദിക്കുന്നില്ലല്ലോ. അവിടെ ഗോവിന്ദമാഷ ഭാര്യ ശ്യാമള ടീച്ചർ മത്സരിച്ച അവർക്ക് സ്വന്തം വ്യക്തിത്വം ഇല്ല, ഞാൻ പറയില്ല. അവർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. പക്ഷേ അവർ മത്സരിച്ചാൽ ആ സിറ്റി ജയിക്കുന്നില്ല. അവിടെ മറ്റേത് പ്രവർത്തനം മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യത മണ്ഡലത്തിൽ വിന്നബിലിറ്റി ഫാക്ടർ വരുന്നില്ല. ആ വിന്നബിലിറ്റി ഫാക്ടറിനെ പിന്നെ മനസ്സിലാക്കുക. കാര്യം അതിന് ചിലപ്പോൾ ചില ഘടകങ്ങൾ പ്രായോഗികമായിട്ട് പരിഗണിക്കേണ്ടി വരും. കാര്യം ഇപ്പോൾ ഒരാളുടെ വിയോഗത്തിൽ മകനോ മകളോ ഭാര്യയോ മത്സരിക്കുന്ന സാഹചര്യം, അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ടായിരിക്കാം. കാര്യം അതൊരു പാർട്ടി നിലനിർത്താനായിട്ടുള്ള ഘടകങ്ങൾ പലതും നോക്കേണ്ടി വരാം. ഇവിടെ അങ്ങനെ പ്രശ്നം ഉദിക്കുന്നില്ല. അവിടെ ഒരുപാട് നല്ല പ്രവർത്തകരുണ്ട്. അവരൊക്കെ ആരും എന്നാലും ജയിക്കാൻ സാധ്യത മണ്ഡലത്തിൽ. അവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതുപോലുള്ള ആൾക്കാർക്ക് നമുക്കറിയാം. അപ്പോൾ നേതൃത്വമുള്ള ആൾക്കാർക്ക് അവരുടെ ബന്ധുക്കൾക്കും ബന്ധുമിത്രാദികൾക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ അവർ മത്സരിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം അവർക്ക് പ്രവർത്തിച്ചും അവിടെ ഇടപെട്ടും വളരാനുള്ള സാഹചര്യം അതല്ല, ഉറപ്പിക്കുകയാണ് വിജയം ഉറപ്പിക്കുക. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഒരു വലിയൊരു ആൾക്കാർക്ക് നിഷേധിക്കണം? അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോക്കസ് ഫോർമേഷനാണ്. അങ്ങനെ ഏതാനും ആൾക്കാരുടെ കയ്യിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പാർട്ടിയിലെ വലിയ തോതിലുള്ള പ്രവർത്തകരും അനുഭാവികൾ അന്യവൽക്കരിക്കപ്പെടുകയാണ്. ആത്യന്തികമായ അന്യവൽക്കരണത്തിലേക്ക് പോകുന്നൊരു പാർട്ടി പ്രവർത്തകരും സഹയാത്രികരും അനുഭാവികളൊക്കെ ആ പാർട്ടിയിൽ അന്യവൽക്കരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇത്തരം തീരുമാനം എത്തിക്കുക എന്ന് മനസ്സിലാക്കാനുള്ള യുക്തി പക്ഷേ ഉന്നത നേതൃത്വം മനസ്സിലാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ പാർട്ടികളും തന്നെ ആ ഒരു നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPIയിലൊന്നും വ്യത്യസ്തമല്ല കേട്ടോ. ഏകദേശം എല്ലാ പാർട്ടികളിലും അത്തരം പരിഗണനകൾ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടെ കടക്കേണ്ടതുണ്ട്.
അപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നെങ്കിലും ഇപ്പോൾ അത് കുറച്ചുകൂടെ ഈ അന്ന് പ്രതിപക്ഷ പാർട്ടികളായിരുന്ന പാർട്ടികളിൽ കൂടി ഇത് ഈ ബന്ധുരാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി വളരെ ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും തെലങ്കാനയാണെങ്കിലും ഒക്കെ തന്നെ ആന്ധ്രയാണെങ്കിലും ഒക്കെ തന്നെ അത്തരം പൊളിറ്റിക്സ് നിലനിൽക്കുന്നുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ബീഹാർ, UP ഇതുപോലെയൊക്കെയുള്ള നേരത്തെ അതും കൂടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ജീർണതയുടെ മുഖമായി മാറിയിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ ബീഹാർ ഈ സമീപകാലത്ത് അടുത്ത അവസരവാദം എന്ന് പറയുന്നത് അദ്ദേഹം BJP ഒരു കച്ചവടം പോലെ ആ സംസ്ഥാനം അദ്ദേഹം അവിടെ എന്താ പറയുക ജയിച്ചു വന്ന ശേഷം BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്ത് രാജ്യസഭയിൽ പോയി മകനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ പോകുന്നു. ഇവിടെ തമാശനെ ഈ മകൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല, രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വരെ പറഞ്ഞ ആൾ ഇതാ രാഷ്ട്രീയ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ വരുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് യാതൊരു മാനദണ്ഡവും യാതൊരു പ്രവർത്തന പരിചയമില്ല, ജനങ്ങളായിട്ട് ജനബന്ധമില്ല, ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. എന്നിട്ടും നേരെ ഉപമുഖ്യമന്ത്രിയാവുന്ന അദ്ദേഹം രാജ്യസഭയിൽ പോകുന്നു. അദ്ദേഹം രാജ്യസഭയിലും കൂടി ഇരിക്കണമെന്ന് ഏത് തരത്തിൽ ജീർണിച്ചു രാഷ്ട്രീയം. അപ്പോൾ നിതീഷ് കുമാർ കുറേ കാലമായിട്ട് തൻ്റെ അവസരവാദ രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയത്തെ സംസ്ഥാനത്തേക്ക് വിൽക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി ആ ബീഹാർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ BJPക്ക് വിടുക. ഇപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അയാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ മകനെയും കൂടി കൂട്ടിച്ചത് മറ്റൊരു. അപ്പോൾ അതിൻ്റെ അകത്ത് മറ്റൊരു യാതൊരു തരത്തിലൊരു എന്താ പറയുക ഒരു ത്യാഗത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ ഒരു ഷോർട്ട് കാണിക്കേണ്ട എന്തെങ്കിലും തരത്തിലൊരു മാതൃക അതിൻ്റെ അകത്ത് നമുക്ക് കാണുന്നില്ല. കാര്യം അദ്ദേഹം പലകാല നടപടികൾ ഒരു പാർട്ടിയോട് നിൽക്കുക, പിറ്റേ ദിവസം ആ പാർട്ടി താഴെ വലിച്ചിടാൻ, ഇതൊക്കെ എന്തിനാണ്? തനിക്ക് അധികാരം കൈയാളാൻ വേണ്ടി മാത്രം. പക്ഷേ ഇവിടെ സങ്കടകരമായ യാഥാർത്ഥ്യം ഇവരെയൊക്കെ വീണ്ടും ജനം തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു, തെരഞ്ഞെടുത്ത് വിടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇവരെ തോൽപ്പിക്കുന്ന വഴി ജനങ്ങൾ ജനാധിപത്യത്തിൽ ഒരു വിശ്വാസം ഉറപ്പിക്കുകയാണ്. പക്ഷേ ജനങ്ങൾ മറ്റ് പോപ്പുലിസ്റ്റ് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് ചില 10,000 റുപ്യ തൻ്റെ പോക്കറ്റ്. അപ്പോൾ നമുക്ക് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുന്നത് ഭരണാധികാരികൾ തന്നെ. പക്ഷേ ആ വിശ്വാസം ഇല്ലായ്മയിൽ ജനങ്ങളും അറിഞ്ഞോ അറിയാതെ പങ്കുചേരുന്നുണ്ട്. കാരണം ജനാധിപത്യം ഇത്രയൊക്കെ ഉള്ളൂ എന്ന രീതിയിൽ അതൊരു നിരാശാകരപരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലതുപക്ഷവൽക്കരണം. നമ്മൾ അതിനെ തന്നെ കാണുന്നത്. നമ്മൾ ഡെമോക്രസിയുടെ റൈറ്റ് വിങ്ങൈസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബവാഴ്ച, ബന്ധുമിത്രാദികൾക്ക് സീറ്റ് കൊടുക്കുക, സ്വജനപക്ഷപാതം, ഇതൊക്കെ വലിയ തോതിൽ ജനാധിപത്യത്തിൻ്റെ വലതുപക്ഷവൽക്കരണമാണ്. ഈ ജനാധിപത്യത്തിൻ്റെ വലതുപക്ഷവൽക്കരണം തന്നെയാണ് ഇന്ന് ജെൻസി തലമുറ പോരാടുന്നത്. കാര്യം നമ്മളെവിടെ കണ്ടു? ബംഗ്ലാദേശിൽ തന്നെയായിരുന്നു. ബംഗ്ലാദേശിൽ അവിടെ പ്രത്യേക സംവരണമായിരുന്നു. അന്നത്തെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിലും ഭരണ നേതൃത്വത്തിലും പ്രത്യേക സംവരണം ഉണ്ടായിരുന്നു. ആ സംവരണത്തിനാണ് അവിടുത്തെ യുവാക്കൾ ദീർഘകാലം ആ സംവരണം നിലനിൽക്കുകയും അതിനെതിരെയാണ് അവിടെ സമരം ചെയ്തത്. അപ്പോൾ ഒരത്തിൽ ഈ സംവരണ തത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും അടിച്ചമർത്തപ്പെട്ട സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു മാതൃകയാണ് ഭരണഘടന പറഞ്ഞത്. അതിന് പകരം ഈ സംവരണം എന്തായി മാറ്റി? സംവരണ അർത്ഥം ഇന്നെന്ത് വരുന്നു? അധികാരത്തിലുള്ളവർക്ക് തുടർന്നിരിക്കാൻ. അങ്ങനെ സംവരണം എന്ന സങ്കല്പത്തിനെ അട്ടിമറിക്കുകയും അതിനെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ കുടുംബവാഴ്ചയും ഈ നടക്കുന്നത്. ഇത് സർവ്വമേഖലകളിലുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ അപകടകരമാണെന്നുണ്ടെങ്കിൽ മറ്റ് മേഖലകളൊക്കെ തിരസ്കാരത്തിന് സാധ്യതകൾ കൂടുതലാണ്. കാര്യം വിപണിയെ മത്സരിക്കുമ്പോൾ വിപണി തിരസ്കരിക്കും. ഇവിടെ അതല്ല. ഇവിടെ ഈ ഒരു അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സൗജന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ നിലനിർത്താനും, ഇവർക്ക് നല്ല സീറ്റ് മേടിച്ചു കൊടുക്കാനും, ഇവർക്ക് ജയിക്കാൻ സീറ്റിൽ കൊണ്ട് നിർത്താനും, അവരെ മന്ത്രിമാരാക്കാനും, അവർ ഉന്നത സ്ഥലങ്ങളിൽ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ വളരെ കൂടുതലാണ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടി ജനങ്ങൾ തിരസ്കരിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജനാധിപത്യ പ്രവർത്തനമാണ്, അധികാരവുമായി ബന്ധപ്പെട്ടൊരു സംഗതി തന്നെയാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ദാമോദർ പ്രസാദ് പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാത്ത ആളുകൾ ഒരവസരം വരുമ്പോഴത്തേക്കും അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ മണ്ഡലത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവരുടെ പാർട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ കേരളം വ്യത്യസ്തമാണെന്ന് നമ്മൾ എല്ലാ കാലത്തും പറയാനുള്ളത്. അവിടെയെല്ലാം കുടുംബവാഴ്ചയാണ്. അവിടെ തമിഴ്നാട്ടിൽ അങ്ങനെയാണ്, ആന്ധ്രയിൽ അങ്ങനെയാണ്, നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണ്, കോൺഗ്രസ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ കേരളം നമ്മൾ വ്യത്യസ്തമാണ്. കേരളത്തിൽ ജനാധിപത്യമാണ്. അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന ആളുകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ കേരളവും ഒട്ടും വ്യത്യസ്തമല്ല എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു സ്ട്രീമിൽ തന്നെ എങ്ങനെയാണോ ഈ ദാമോദർ പ്രസാദ് പറഞ്ഞതുപോലെ വലതുപക്ഷവൽക്കരണം എങ്ങനെയാണോ രാഷ്ട്രീയത്തിൽ, അതായത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഭേദമില്ലാതെ ഒരു വലതുപക്ഷവൽക്കരണം, അതൊരു വലിയ ഒരു സോഷ്യൽ പ്രോസസ്സാണ്. അതിന്ന് കേരളത്തിലേക്കും അത് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് സുനിൽ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യം അതാണ് ഇതിൻ്റെ ഒരു വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ, വളരെ ഖേദകരമായിട്ടുള്ള അവസ്ഥ. നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, അത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവകാശപ്പെട്ടിരുന്നത് ധാർമ്മികമായി ഞങ്ങൾ മറ്റു പാർട്ടികൾ വ്യത്യസ്തമാവുന്ന, ഞങ്ങളുടെ പ്രവർത്തന പരിപാടി വ്യത്യസ്തമാണ്, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം വ്യത്യസ്തമാണ്, ഞങ്ങൾ മൂല്യപരമായിട്ട് വ്യത്യസ്തമാണെന്ന് നിരന്തരമായി നമ്മളോട് ഓരോ നിമിഷം ഞങ്ങൾ വ്യത്യസ്തരാണ്, ഇത് വ്യത്യസ്തമായ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഒട്ടും വ്യത്യസ്തരെന്നും ഏതൊരു ബൂർഷ്വാ പാർട്ടിയെ പോലെ ഞങ്ങളും ജീർണമായി ബാധിച്ച പാർട്ടിയാണെന്ന് നമ്മൾ തെളിയിക്കുകയാണ്. വാക്കാൽ പറഞ്ഞിട്ട് കാര്യമല്ലോ, തെളിയിക്കുന്ന പ്രായോഗികമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കിട്ടുമ്പോൾ
നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒരു വല്ലാത്ത ഒരു സങ്കീർണതയിലെത്തുകയാണ്. അത് ജനാധിപത്യത്തെ ബാധിക്കുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്താൻ കാരണമായി മാറുകയാണ്. അവർ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം, അതൊക്കെ ഒരു വലിയൊരു അവർ അരാഷ്ട്രീയവാദികളാവുന്ന സംഭവിക്കും. അവർ വലതുപക്ഷത്തിലേക്കാണ് നീങ്ങുക. വലതുപക്ഷത്തിന് ഏറ്റവും താല്പര്യം ഈ അരാഷ്ട്രീയവാദികളായിട്ടുള്ള യുവാക്കളെയാണ്. കാര്യം അവരതിലേക്ക് മാറും. അപ്പോൾ അവരെ രാഷ്ട്രീയവൽക്കരിക്കുന്ന എങ്ങനെയാണ്? അവർക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് അവർ രാഷ്ട്രീയത്തിൽ കൊണ്ട് ഇതല്ല, ഇത് അവരും പ്രത്യക്ഷമായി കാണുന്ന കുടുംബത്തിലെ ആൾ അടുത്ത ആൾക്ക് അവർ രണ്ടുപേരും അധികാരത്തിലേക്ക് ഇനി അടുത്ത മകന് കൈമാറും. ഇനി മകനായിരിക്കും അടുത്ത് വരിക, അതിന് മകനിൽ നിന്ന് അടുത്ത മകനിലേക്ക്, അങ്ങനെ മരുമകനിലേക്ക് തലമുറകളോട് അധികാരം നിലനിൽക്കുകയും ഒരു കുടുംബാധിപത്യമായി മാറുകയും അങ്ങനെ കുടുംബങ്ങൾ അപ്രമാദിത്വം സ്ഥാപിക്കുകയും ചെയ്യുക. അപ്പോൾ പാർട്ടിക്കകത്തും ജനാധിപത്യത്തിനകത്തും കുടുംബങ്ങളിൽ അപ്രമാദിക്കാം. പിന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ഇപ്പോൾ പരസ്പര വിവാഹം കൂടി കഴിച്ചാൽ അവർക്ക് എല്ലാ കാലത്തും എല്ലാ കാര്യം നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ദീർഘകാലം നോക്കുകയാണെങ്കിൽ ജനാധിപത്യ സംബന്ധിച്ച് വലിയ വിനാശകരമാണ്. ജനാധിപത്യത്തെ സംബന്ധിച്ച് വലിയ വിനാശം. അതുകൊണ്ട് ഇത് ഒരുപക്ഷെ ഈ നിമിഷം തന്നെ ചെറുക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതും തന്നെയാണെന്ന് യാതൊരു സംശയം എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും കുടുംബവാഴ്ച എന്ന് പറയുന്നത് കുടുംബ രാഷ്ട്രീയമെന്ന്, കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നല്ല, പക്ഷേ മറ്റുള്ളവർ അനുഭവിക്കുന്നത് പോലെ തന്നെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് വേണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ആളുകൾ അധികാരത്തിലേക്ക് കടന്നു വരാൻ. അവർക്ക് അവസരം നിഷേധിക്കുന്നതും ശരിയല്ല, അവർക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം. പക്ഷേ വെള്ളിത്താലത്തിൽ വെച്ചുകൊണ്ട് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന, കുടുംബക്കാർക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രവണത യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ തന്നെയാണ് അപകടപ്പെടുത്തുന്നത്. ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പം തന്നെയാണ് ഇല്ലാതാക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. അതെ, നന്ദി.